ഋഷിൻ അവ ഓരോന്നായി നോക്കാൻ തുടങ്ങി. അതിൽ അവൻ എന്തെങ്കിലും താല്പര്യമുള്ളതുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒന്നും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ അവനെല്ലാം നോക്കി തീർന്നു. ഞാനത് ജസ്റ്റിന്റെ ഓഫീസിൽ നിന്ന് എടുത്തതാണ്. ഇതാണ് ഞാൻ പഠിക്കാൻ മെയിൻ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഗുരു എനിക്ക് ഒരുപാട് പുതിയ കുറെ ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇതിൽ പുതുതായി ഒന്നും അറിയാനില്ല എന്ന് ചിന്തിച്ച് സമയം കളയാതെ മുകളിൽ ബാക്കിയുള്ള 2 നിലകൾ കാണാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ പുറത്തിറങ്ങി 12ാം നിലയിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. നേരത്തെ കണ്ടതുപോലെ തന്നെ വീണ്ടും ഒരു വലിയ ഹാൾ. മുൻപുള്ള എക്സ്പീരിയൻസ് വെച്ച് അവൻ അകത്തേക്ക് കയറി. കോളേജ് ലൈബ്രറിയിൽ ഋഷിൻ ഇത്തരം വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായ അതേ സമയം അവന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ ഇന്ദ്രപ്രസ്ഥത്തിൽ തീവ്ര പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നു. അവരാകെ 49 പേരുണ്ടായിരുന്നു. ശങ്കർ നൽകിയ പുസ്തകം വായിച്ച് അതിലെ വിദ്യകൾ ഉപയോഗിച്ച് അവർ അഭ്യാസം തുടങ്ങി. വലിയൊരു വൃത്തമുണ്ടാക്കി ആയോധനകല പോലുള്ള ചില മുറകൾ പരിശീലിക്കുകയും യോഗ പോലെ മനസ്സിന് കരുത്ത് പകരുന്ന കാര്യങ്ങളും അവർ ചെയ്തു. ആ പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും അല്പം വ്യത്യസ്തമായതിനാൽ അവർക്കതൊരു പുതിയ അനുഭവമായിരുന്നു. അച്ഛാ, സത്യത്തിൽ ഈ പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ മികച്ചതാണ്. ഇത് തുടർച്ചയായി പരിശീലിച്ചാൽ മാത്രം മതി. ഋഷി ഇനി എത്ര മാറിയാലും അവൻ എത്ര പേരുമായി വന്നാലും നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാൻ കഴിയും. പ്രദീപ് സന്തോഷത്തോടെ സമീപത്തുണ്ടായിരുന്ന ദേവേന്ദ്രവർമ്മയോട് പറഞ്ഞു. പക്ഷെ ഇത് പോരാ. തന്റെ കുടുംബം മുഴുവൻ പരിശീലനം നടത്തുന്നത് ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ട് ദേവേന്ദ്രവർമ്മ പറഞ്ഞു. അവർക്ക് കൂടുതൽ ശക്തി ലഭിക്കണമെന്ന് ദേവേന്ദ്രവർമ്മ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് എന്തു വന്നാലും വൈസ് കിങ്സിൽ ചേരാൻ തീരുമാനിച്ചത്. അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് പോരെന്നോ? പ്രദീപ് അമ്പരപ്പോടെ ചോദിച്ചു. അതെ, നമ്മൾ കുറച്ചുകൂടി കൂടിയ തലത്തിലേക്ക് വളരണം. ഇന്ന് രാത്രി രഹസ്യമായി നമ്മൾക്ക് വൈസ് കിങ്സ് ടാബ്ലറ്റുകൾ അയച്ചു തരും. നമ്മളെല്ലാവരും അവ കഴിക്കണം. നമ്മളിൽ ഒരാൾ ഞാൻ പറഞ്ഞതുപോലെ പോയി അവരുടെ കയ്യിൽ നിന്ന് ആരും അറിയാതെ ആ ഗുളികകൾ വാങ്ങണം. അതെല്ലാവരും വളരെ ശ്രദ്ധയോടെ കഴിക്കണം. ദേവേന്ദ്രവർമ്മ കുട്ടികളോടെന്ന പോലെ പറഞ്ഞുകൊടുത്തു. ആ ടാബ്ലറ്റുകൾ കഴിക്കുന്നതിന് മുൻപ് ഞാൻ ശങ്കറിനെ വിളിച്ചു എല്ലാം ചോദിച്ചു മനസ്സിലാക്കാം. ശരിക്കും ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമുക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതിലെത്താൻ നമുക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. എല്ലാത്തിനും നമ്മൾ തയ്യാറാവണം. ദേവേന്ദ്രവർമ്മ പറഞ്ഞു. പ്രദീപ് വീണ്ടും എന്തോ സംശയം ചോദിക്കാൻ വന്നപ്പോൾ ആ വീട്ടിലെ ഒരു ജോലിക്കാരൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. അവന്റെ പരിഭ്രമത്തോടെയുള്ള വരവ് കണ്ട് ദേവേന്ദ്രവർമ്മ ചോദിച്ചു. എന്താടാ, എന്തിനാ ഇത്ര വെപ്രാളപ്പെട്ട് ഓടുന്നത്? സർ, രേണു മാഡം നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. അയാൾ പറഞ്ഞത് കേട്ട് ദേവേന്ദ്രവർമ്മ ഞെട്ടി. പ്രദീപ്, വേഗം പിറകിൽ പോയി എല്ലാവരോടും പ്രാക്ടീസ് നിർത്താൻ പറ. കഴിയുന്നത്ര ഒച്ച ഉണ്ടാക്കാതെ നോക്കണം. അവർ വരുമ്പോ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അയാൾ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് പ്രദീപ് അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തോടെ നോക്കി. എന്തിനാ അച്ഛൻ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? പ്രദീപ് ചോദിച്ചു. ദേവേന്ദ്രവർമ്മ ദേഷ്യത്തോടെ അയാളെ നോക്കി. വിഡ്ഢി, അവിടെ ആരാണ് വന്നതെന്ന് നിനക്കറിയില്ല. അവളുടെ മുഴുവൻ പേര് രേണുപ്രിയ. യൂണിയൻ ഓർഗനൈസേഷന്റെ ഡയറക്ടറാണവൾ. ആ യൂണിയന്റെ മുഴുവൻ പേര് വളരെ നീളമുള്ളത് കൊണ്ട് അതിന് പകരം എല്ലാവരും യൂണിയൻ എന്ന് മാത്രമേ പറയൂ. അതെന്താണെന്ന് നമ്മുടെ ബിസിനസ് സർക്കിളിൽ എല്ലാവർക്കും മനസ്സിലാവും. ദേവേന്ദ്രവർമ്മ വിശദീകരിച്ചു. ഇതൊക്കെ എനിക്കറിയോ? ഇവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഇത്രയും നാളായിട്ടും എനിക്ക് ഈ ബിസിനസ് ഒന്നും അറിയില്ല. ഒരു പേര് കേട്ടപ്പോഴേക്കും അവളെ പേടിച്ച് എന്തിനാ എല്ലാവരെയും ഒളിപ്പിക്കുന്നതെന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചത്. പ്രദീപ് തന്റെ ഭാഗം വ്യക്തമായി വിശദീകരിച്ചു. വർഷങ്ങളായി ഈ മരുന്നുകളോട് അവൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വൈസ് കിങ്സ് പോലുള്ള രഹസ്യ സംഘടനകളെ അവൾ വെറുക്കുന്നു. നമ്മുടെ കുടുംബം ആ സംഘടനയിൽ പെട്ടതാണെന്ന് അവൾ അറിഞ്ഞാൽ അവൾ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്നതൊന്നും അവൾ അറിയരുതെന്ന്.
ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ദേവേന്ദ്രവർമ്മ ഗൗരവത്തോടെ ചോദിച്ചു. ഹായ്, ഞാനാണ് ഋഷി. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിന്നതിന് ഒരുപാട് നന്ദി. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ വെറും 11% പേർ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 90% ആളുകൾക്കും നമ്മുടെ അടുത്ത സൂപ്പർ വീഡിയോ മിസ്സാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി താമസിക്കണ്ട, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാവൂ.